ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി അൺബോക്സിംഗ് വീഡിയോ ആണ്. 5000 റുപ്പീസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു അടിപൊളി ഗെയിമിംഗ് ഹെഡ്സെറ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതെ, റേസറിൻ്റെ ബ്ലാക്ക് ഷാർക്ക് V2X ഓൾമോസ്റ്റ് 4500 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത്. കാർഡ് ഓഫേഴ്സിൽ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ റേറ്റിൽ കിട്ടും. ബഡ്ജറ്റ് ഗെയിമിംഗ് സെക്ഷനിൽ ഒരു ബീസ്റ്റ് ആണെന്നാണ് കേട്ടറിവ്. സോ നമുക്കെന്തായാലും ഇന്നത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ മൈക്കും കേബിൾസും രണ്ടും നോക്കുകയാണെങ്കിൽ രണ്ടും നോൺ ഡിറ്റാച്ചബിൾ ആണ്. അതുപോലെ കേബിളിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ ലോങ് യൂസ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സോ ഈ ഹെഡ്സെറ്റിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 250 ഗ്രാമിന് അടിയിലേ വെയിറ്റ് വരുന്നുള്ളൂ. സോ നമ്മൾ കുറച്ച് ലോങ് ഗെയിമിംഗ് അവേഴ്സ് ഇരിക്കുകയാണെങ്കിലും അത് ഹെഡ്സെറ്റ് കാരണം നമുക്കൊരു അൺകംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യില്ല. അതേപോലെ ഇതിൻ്റെ ഇയർ പാഡ്സ് ആയാലും ഹെഡ് ബാൻഡ് ആയാലും രണ്ടും മെമ്മറി ഫോംഡ് കുഷ്യൻസ് ആണ് തന്നിരിക്കുന്നത്. സോ അത് കാരണം അത്യാവശ്യം നമ്മൾ ഓരോ ടൈം വെയർ ചെയ്യുമ്പോഴും അത് കംഫർട്ടബിളായിട്ട് തന്നെ നിൽക്കും. ഒരു വെറൈറ്റി വോളിയം കൺട്രോൾ ബട്ടണാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമ്മളെ ഫാനിൻ്റെ റെഗുലേറ്റർ പോലത്തെ ഒരു വോളിയം കൺട്രോൾ ബട്ടനാണ്. പക്ഷേ അതേപോലെ പൊട്ടിപ്പോയൊന്നുമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സ്വിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ റൂമിലാണ് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ ഗെയിം കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് സോ യൂസ്ഫുൾ ഐ ഗസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, ഇതിൻ്റെ മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തേക്കുന്ന മൊത്തം ഇതിൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി മനസ്സിലാവും. ഈ പ്രോഡക്റ്റിൽ 7.1 സറൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫീച്ചർ അവൈലബിൾ ആണ്. സോ അത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രോഡക്റ്റിൻ്റെ ബോക്സിൽ ഇതേപോലെ ഒരു കാർഡ് വരും. അപ്പോൾ ഇതിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് വെബ്സൈറ്റിൽ പോയി നമ്മുടെ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് സിസ്റ്റം എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ FPS ഗെയിംസൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത്, അപ്പോൾ ആ ഒരു രീതിയിലുള്ള വ്യൂ ഒക്കെ കിട്ടാൻ പറ്റും ഈ ഹെഡ്ഫോൺസിലൂടെ. സോ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ബേസ്ഡ് സറൗണ്ട് സിസ്റ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ, ബട്ട് യു മസ്റ്റ് ട്രൈ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റിലിടുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.